ഹായ് ഫ്രണ്ട്സ്. അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് വളർന്നവൻ അല്ലെങ്കിൽ വളർന്നവൻ എന്ന് പഴമക്കാർ പറയാറുണ്ട്. എനിക്ക് അമ്മയുടെ നേരേതിൻ തുമ്പിൽ പിടിച്ച് വളർന്നവൾ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അമ്മ ധരിക്കുന്നത് മുണ്ട്, ബ്ലൗസ്, നേരിയത്. അതാണ് എൻ്റെ അമ്മയുടെ വേഷം. അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ നേരേതിൻ തുമ്പിൽ പിടിച്ചാണ് വളർന്നത്. ഞാൻ പഠിക്കാൻ വളരെ മിടുക്കിയൊന്നും ആയിരുന്നില്ല, ആവറേജ് എന്ന് പറയാം. അങ്ങനെയുള്ള എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എങ്ങനെയാവും? നമുക്ക് പണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് വീട്ടിൽ കൊണ്ടുവന്ന് സൈൻ ചെയ്ത് കൊണ്ട് കൊടുക്കണം സ്കൂളിൽ തിരിച്ച്. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് സൈൻ ചെയ്യാൻ പോകുമ്പോൾ അച്ഛൻ പ്രോഗ്രസ് റിപ്പോർട്ട് വാങ്ങിച്ച് ഇങ്ങനെ നോക്കില്ല, നേരെ മേശപ്പുറത്ത് വയ്ക്കും. വടിയെടുക്കാൻ അച്ഛൻ പോവും. ആ സമയം ഞാൻ ഓടി അമ്മയുടെ ബാക്കിൽ പോയി അമ്മയുടെ നേരേതിൻ തുമ്പ് പിടിച്ച് മുഖം മറച്ച് നിൽക്കും. അടി ഉറപ്പാണേ. പക്ഷേ അമ്മയുടെ അടുത്താകുമ്പോൾ അടിയുടെ വീര്യം ഒന്ന് കുറയും. പിന്നെ അമ്മയുടെ നേരേതിൻ തുമ്പ് കൊണ്ട് മൂടുന്നത്, മുഖം മറയ്ക്കുന്നത്, എപ്പോൾ അടി കിട്ടും എന്ന് ഞാൻ കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയുടെ നേരേതിൻ തുമ്പ് എന്നെ രക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണെങ്കിലും ഞാൻ എഴുച്ചങ്ങ് റൂമിലോട്ട് മാറും. അപ്പോൾ ഞാൻ അങ്ങനെ ഓടി അവർ മിണ്ടി അങ്ങനെ ഒരു ആളല്ല, ഒരു ഷൈ ശകലമുള്ള ആളായിരുന്നു. ആ ഷൈ എനിക്ക് മാറ്റിയത് ആരാണെന്നുള്ളത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ അമ്മ പുറത്ത് വരുമ്പോഴാണ് ഞാൻ അമ്മയുടെ ബാക്കിൽ പോയിട്ട് ആ നേരേതിൻ തുമ്പ് പിടിച്ച് ഒന്നുകിൽ കടിക്കും അല്ലെങ്കിൽ മുഖം പകുതി മറയ്ക്കും. അതെൻ്റെ ഒരു രക്ഷാകവചമാണെന്ന് ഞാൻ അപ്പോൾ വിചാരിക്കും. അവരെ ഫേസ് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് അങ്ങനെ വിചാരിക്കും. ഞാൻ ജനിച്ച് വളർന്നത് തിരുവനന്തപുരം സിറ്റിയിലാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റിലും ധാരാളം പറമ്പുണ്ട്. അതിൽ ഒരുപാട് ഫലവൃക്ഷങ്ങളുണ്ട്. എൻ്റെ അമ്മ ഒരു ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും പറമ്പൊന്ന് ചുറ്റിയിട്ട് വരും. ആ ചുറ്റിയിട്ട് എൻ്റെ അമ്മ വരുമ്പോൾ അമ്മയുടെ നേരേതിൻ തുമ്പത്ത് ഒരു കിഴി കാണും. ഇപ്പോഴുള്ള കുട്ടികൾക്ക് മനസ്സിലാവില്ലായിരിക്കും. കിഴി എന്ന് പറഞ്ഞാൽ ബോൾ പോലെ ഇരിക്കും, തുണി കൊണ്ട് ഇങ്ങനെ സാധനം വെച്ചിട്ട് കെട്ടി ഇങ്ങനെ ഇട്ടേക്കും. ഞാൻ ഓടിച്ചെന്ന് ആ കിഴി അഴിച്ച് നോക്കുമ്പോൾ അതിൽ കഴിക്കാൻ എന്തെങ്കിലും കാണും. അത് എടുത്ത് കഴിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നും. ഒന്ന്, നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അത് കിട്ടിയതോ എൻ്റെ അമ്മയുടെ നേരേതിൻ തുമ്പിൽ നിന്നാണ്. അപ്പോൾ അതിന് മധുരം ഇരട്ടിയാണ്. എൻ്റെ അമ്മയുടെ നേരേതിൻ തുമ്പിൻ്റെ മഹത്വം പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് എല്ലാം പറയാൻ പറ്റില്ല. പിന്നെ ഈ ഫലവൃക്ഷങ്ങളെക്കുറിച്ചൊന്ന് പറയട്ടെ. ഫലവൃക്ഷങ്ങളെന്ന് പറയുമ്പോൾ അതിൽ പ്ലാവ്, മാവ്, പിന്നെ ഇങ്ങനെ കുളമാവ്, പറങ്കിമാവ്, സീതപ്പഴം, ആത്ത, മുള്ളാത്ത, ചെറിയ ഇനം പേരയ്ക്ക, ഇങ്ങനെ കുറേ ഉണ്ട് പറയാൻ. ഈ പറങ്കിമാവെന്ന് പറയുന്നത് ക്യാഷ് കിട്ടുന്ന, അതിൽ നിന്നാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഫ്രൂട്ട് വളരെ ആകർഷണമായിട്ടുള്ള നിറമാണതിന്. റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, രണ്ടും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ കുളമാവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും, എൻ്റെ മോള് പോലും കേട്ടിട്ടില്ല, ഞാൻ പറഞ്ഞ അവൾ അറിഞ്ഞിട്ടുള്ളൂ. അത് വലിയ വൃക്ഷമാണ്. അതിൽ നിന്ന് വീഴുന്ന കായ ഗ്രേപ്സ്, ഇപ്പോഴത്തെ ഗ്രേപ്സ്, ഉരുണ്ട ഗ്രേപ്സ് പോലെ ഇരിക്കും. ഗ്രേപ്സിൻ്റെ നിറമല്ല, ഒരു മെറൂൺ നിറമാണ്. അതെടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ പുളിപ്പാണ് അനുഭവപ്പെടുന്നത്. അതിൻ്റെ സീഡ് വറുത്ത് കഴിക്കാനും നല്ലതാണ്. ഇപ്പോഴതൊന്നും ഇവിടെ കാണുന്നതേ ഇല്ല. ഞാനും ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഫലവൃക്ഷങ്ങൾ എന്ന് പറഞ്ഞത്. ഇത്രയും ഉണ്ടായെന്നുള്ളത്. എൻ്റെ അമ്മയുടെ നേരേതിൻ തുമ്പിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. ബായ്.